നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. പടർന്നു പന്തലിച്ചു കടന്നുപോകുന്ന ഓരോ കഥകളുടെയും വാർത്തകളുടെയും അടിസ്ഥാനം എന്താണ്? ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക്. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ. അയാൾ ഒരു ആൽത്തറയിൽ കിടക്കുകയായിരുന്നു. ഒരു കോട്ടുവായിട്ട സമയത്ത് ഒരു തൂവൽ അയാളുടെ വായിൽ വന്നു വീണു. കുറച്ചുനേരം ശ്രമിച്ചതിന് ശേഷമാണ് തൂവൽ വായിൽ നിന്നും എടുത്തത്. അതാണെങ്കിൽ അപൂർവ ഇനം പക്ഷിയുടെ തൂവലായിരുന്നു. വിവരം അയാൾ ഭാര്യയോട് പറഞ്ഞു. തൂവൽ വായിൽ വന്നു വീഴുന്നത് ദുശകുനമായാണ് കണക്കാക്കുക. അതുകൊണ്ട് നീ ഇത് ആരോടും പറയരുത്. ഭാര്യ പക്ഷേ തന്റെ അടുത്ത കൂട്ടുകാരിയോട് ഇതാരോടും പറയരുത് എന്ന മുഖവരിയോടെ കാര്യം അവതരിപ്പിച്ചു. അയൽക്കാരി ഇത് തന്റെ ഭർത്താവിനോട് പറഞ്ഞു. അറിഞ്ഞോ, ഒരു പക്ഷിയുടെ ചിറകാണ് അയാളുടെ വായിൽ നിന്നും കിട്ടിയത്. ഭർത്താവ് അത് തന്റെ സുഹൃത്തിനോട് ഈ വിവരം പറഞ്ഞു. സുഹൃത്ത് നാട്ടിലെ മറ്റൊരു സുഹൃത്തിനോട് പറഞ്ഞത് പക്ഷേ ഇങ്ങനെയായിരുന്നു. അയാളുടെ വായിൽ നിന്നും ഒരു പക്ഷി പുറത്തു വന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ അയാളുടെ വായിൽ നിന്നും ധാരാളം പക്ഷികൾ പുറത്തേക്ക് വരുന്നതായി വാർത്ത പരന്നു. ആളുകളെല്ലാം ആ കാഴ്ച കാണാൻ വന്നെത്തി. ഒടുവിൽ അയാൾ നാടുവിട്ടു. സ്വയം സൂക്ഷിക്കാനാകാത്ത ഒരു കാര്യവും മറ്റൊരാൾ സൂക്ഷിക്കില്ല. എല്ലാ വാർത്തകളും ആദ്യം പുറത്തു വരുന്നത് അത് അനുഭവിച്ചതോ അറിഞ്ഞതോ ആയ ആളിൽ നിന്നാണ്. ആദ്യത്തെ ആൾ വിളിച്ചു പറയുന്നതിലൂടെ അയാൾക്ക് ലഭിക്കുന്ന ആത്മസുഖമാണ് പടർന്നു പന്തലിക്കുന്ന ഓരോ വാർത്തയുടെയും അടിസ്ഥാനം. ഒരു കാര്യം രഹസ്യമാക്കി വെക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ആരോടും പറയാതിരിക്കാൻ ശീലിക്കുക. ആദ്യം കണ്ടത്, ആദ്യം കേട്ടത് തുടങ്ങിയ ഉറവിട അവകാശവാദത്തിൽ നിന്നും ലഭിക്കുന്ന സംതൃപ്തിയെ മറികടക്കാൻ ശീലിക്കുക. ശുഭദിനം.